1.5 കിലോ അറക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ അറക്കിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കറിയാക്കി വയ്ക്കാം. ചീഞ്ചട്ടി വെച്ചൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് വെക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/2 സ്പൂണ് ഉലുവിട്ട് കൊടുക്കാം. ഉലുവൊന്നും അധികമായി പോകരുത്, കറി കഴിക്കും. അപ്പോൾ പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു 3 സവോള അരിഞ്ഞിട്ട് അത് വേഗമായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള വഴഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഞാൻ വേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു 5 പച്ചമുളകുണ്ട്, 1 കഷ്ണം ഇഞ്ചിയുണ്ട്, 1 കുടം വെളുത്തുള്ളിയുണ്ട്. അത് ചതച്ചതാണ് അത് ഇട്ട് കൊടുത്തത്. വേപ്പില. അപ്പോൾ വെളുത്തുള്ളിയിലേക്ക് മണം പോകുന്ന വരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കും. നല്ല ഇറക്കിയാണ്, നല്ല ഐസൊന്നും ഇതാക്കുക, നല്ല ഫ്രഷ് ഇറക്കിയാണ്. നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാനൊരു 3 തക്കാളി അരിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തക്കാളി കേട്ടോ. അതിങ്ങനെ അരിച്ച് വെച്ച് ഒഴിക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതൊന്ന് നന്നായി അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ പോകുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇട്ടെന്ന് വെച്ചാൽ അതിൽ വലിയ എരിവുണ്ടാവില്ല, പിന്നെ നല്ല കറിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു. പിന്നെ കറുപ്പുള്ളി, അതൊരു 3 കറുപ്പുള്ളിൻ്റെ കഷ്ണങ്ങളാക്കി, 3 കഷ്ണം കറുപ്പുള്ളി അത് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ആ വെള്ളം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്കൊരു നുള്ള് കായൊക്കെ കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. ഒരു നുള്ളന്നെ പാടുക, കൂടുതലിടരുത്. പിന്നെ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുത്ത് വറ്റിച്ചത് എടുക്കണം, ചാറൊന്നുമില്ലാതെ നല്ല കുറുതായ ചാറോട് കൂടി എടുക്കാം. എനിക്കതെടുത്തിട്ട് മടുക്കാം. അപ്പോൾ ഞാനത് മുഴുവനും ഇട്ട് കൊടുത്തത് ചെറിയ ഇറക്കിയാണ് കേട്ടോ. അത് നോക്കാതെ വറ്റിച്ചതെടുക്കാം. മൂടി വെച്ചിട്ട് ചാറൊന്നും ഒട്ടും വേണ്ട, മീനിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ചാറിന് നമുക്ക് വേണ്ട. മൂടിയിട്ട് നമുക്ക് വെച്ച് അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട്, നല്ല ചാറൊക്കെ നല്ല ടേസ്റ്റ്. ഉപ്പൊക്കെ നോക്കി പാകമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതോടുകൂടി കറി കഴിഞ്ഞ് ശരിക്കും. പക്ഷേ നമുക്ക് മീനും കൂടി ചെയ്യുമ്പോൾ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 10 ചുവന്നുള്ളി ഉണ്ട്, അത് ഞാൻ ഒന്ന് പൊരിച്ചെടുത്തിട്ട് കറിയുടെ കളർ വേണ്ട. അന്ന് അത്ര വലിയ വഴിക്ക് കഴിവായിട്ട് കറി കൂട്ടാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. അപ്പോൾ ഉള്ളിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 2-3 വറ്റൽമുളക് കൂടിയിട്ടിട്ട് നമുക്ക് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്നാൽ മതി. അപ്പോൾ ആ ഉള്ളിയുടെ ഇതൊക്കെ അതിൽ പിടിച്ചോളും. നല്ല ടേസ്റ്റി ആയിരിക്കും അതിൻ്റെ ചാറ്. നമുക്ക് വേഗം അടച്ചിട്ട് ഇളക്കൊന്നും വേണ്ട. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കണത്. ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള കറി ആവുന്നുണ്ട്.
അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്താ ചാറൊക്കെ ഉണ്ട്, നല്ല കുറുതായ ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്.